ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എഗ്ഗ് സമൂസയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എഗ്ഗ് സമൂസ ഇഷ്ടമുള്ളവർ ഈ കൂട്ടത്തിൽ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അങ്ങനെയുള്ളവർ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമുക്ക് ഇത് എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. സമൂസക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ മുട്ട ബോയിൽ ചെയ്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 5 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത്യാവശ്യം കുറച്ച് അധികം ഉണ്ടാക്കുന്നുണ്ട്, അതിനനുസരിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ഉരുളൻകിഴങ്ങ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 5 അല്ലി വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടും ഇഞ്ചിയും ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട്, അതുപോലെ തന്നെ 2 പച്ചമുളകും ഇതുപോലെ തന്നെ ചെറുതാക്കി മുറിക്കണം. എല്ലാം ചെറുതാക്കിയിട്ട് വേണം. ഇനി ഗ്രേറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഉരുളൻകിഴങ്ങ് ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞു വെച്ചാലും മതി. അതും എടുത്തിട്ടുണ്ട്. 3 സവാള കനമില്ലാണ്ട് അരിഞ്ഞു വെച്ചത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു തക്കാളിയും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും എടുത്തിട്ടുണ്ട്. പിന്നെയൊക്കെ സ്പൈസസും എണ്ണയൊക്കെയാണ്, അതിപ്പോൾ വഴിയേ പറയാം. അപ്പോൾ ഞാൻ ഒരു പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളിയും ചോപ്പ് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്നൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ജസ്റ്റ് ആ എണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങും. ഈ സമയത്ത് പച്ചമുളക് ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഞാനിതിലോട്ട് സവാള കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കനമില്ലാണ്ട് അരിയണം നന്നായിട്ട്, എന്നാൽ പെട്ടെന്ന് തന്നെ അത് വഴണ്ട് കിട്ടും. അപ്പോൾ നന്നായിട്ട് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് തന്നെ വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലോണം വഴറ്റിയെടുക്കണം, എങ്കിലേ ഉള്ളൂ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ മസാല. അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ മാറി കളറൊക്കെ മാറി വരുന്ന ആ ഒരു സ്റ്റേജ് എത്തണം, അതുവരെ വഴറ്റിയെടുക്കുക. ഇങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി കുറച്ച് എടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഒരുപാടായി കഴിഞ്ഞാൽ അത് ഈ വെള്ളം വരാനുള്ള ഒരു ചാൻസ് ഉള്ളതുകൊണ്ട് കുറച്ച് ചേർത്ത് കൊടുക്കുക, ഒരുപാട് ചേർക്കരുത്. തക്കാളി വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇതും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഈ സമയത്ത് ഇതിലോട്ട് ഉരുളൻകിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഉരുളൻകിഴങ്ങ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ചെറുതാക്കി മുറിച്ചത് തന്നെ ചേർത്ത് കൊടുക്കുക. ബോയിൽ ചെയ്ത് ചേർക്കരുത്, ഇങ്ങനെ തന്നെ ചേർക്കുക, എങ്കിലേ കൂടുതൽ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതും കൂടി നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുത്തിട്ട് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയുടെ പൗഡർ, 1/2 ടീസ്പൂൺ മതി. സ്പൈസസ് ഒക്കെ വളരെ കുറച്ച് മാത്രം ചേർക്കുക. മുളക് പൊടിയാണെങ്കിലും മഞ്ഞൾപ്പൊടി ആണെങ്കിലും വളരെ കുറച്ച്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇത്രയാണ് ഇട്ടിട്ടുള്ളൂ. ഒരുപാട് ആവരുത്, ശ്രദ്ധിക്കുക. ഒരുപാടായി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. ഇങ്ങനെയുള്ള മസാലകൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും പൊടികൾ കുറച്ചിടുകയാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പം ഞാനിതൊന്ന് അടച്ച് വെച്ചിട്ട് ആ ഉരുളൻകിഴങ്ങ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 90% കുക്കായാൽ മതി. പിന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ മുഴുവനായിക്കോളും. ഇതിലോട്ട് മല്ലിച്ചപ്പ് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതിലോട്ട് നമ്മൾ നേരത്തെ ചെറുതാക്കി മുറിച്ചിട്ടുള്ള കോഴിമുട്ട ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് നല്ലപോലെ ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. സമൂസ ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മൈദപ്പൊടിയിൽ കുറച്ച് വെള്ളം ചേർത്ത് നല്ല തിക്ക് പേസ്റ്റാക്കി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സമൂസയുടെ ഓലയും ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും ഓരോ ചീളുകളായിട്ട് എടുത്തിട്ട് മടക്കിയിട്ട് നമുക്ക് സമൂസ ഉണ്ടാക്കാം. ഇതുപോലെ ഒരു ചീള എടുത്തിട്ട് ഇങ്ങനെ കോൺ രീതിയിൽ മടക്കി കോണാക്കി എടുക്കുക ആദ്യം.
എന്നിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ഫില്ലിങ് നിറച്ച് കൊടുക്കാം. ഇപ്പോഴും സമൂസ ഉണ്ടാക്കാൻ അറിയാത്തവർ ഒരുപാട് ഉണ്ടാവാം. അവർക്കാണ് ഞാൻ പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ആ ഷേപ്പിനനുസരിച്ചിട്ട് മടക്കി കൊടുത്താൽ നല്ല വൃത്തിയായിട്ടുള്ള നല്ല അടിപൊളി സമൂസ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. മൈദയുടെ പശ കൊണ്ട് ഇതിൻ്റെ ഇങ്ങനെ ബാക്കി വരുന്ന സ്ഥലത്ത് ഇങ്ങനെ ഉള്ളിൽ പരത്തി കൊടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് കോണുണ്ടല്ലോ അതിൻ്റെ മൂലക്കൊക്കെ ഇതുപോലെ മൈദപ്പശ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഉള്ളിലോട്ട് എണ്ണയൊന്നും പിടിക്കത്തില്ല. എന്നിട്ട് നല്ലപോലെ ചൂടായ എണ്ണയിലിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ 3 വീതമാണ് ഫ്രൈ ചെയ്തിട്ടുള്ളത്. തിരിച്ചു മറിച്ചു ഇട്ടിട്ട് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്ക് വാങ്ങാവുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളാണ്. ഇപ്പോൾ നമ്മൾ വെജിറ്റബിൾ സമൂസ ആണെങ്കിൽ നമുക്ക് നമ്മുടെ കടലയൊക്കെ വേവിച്ചിട്ടൊക്കെ വേണം ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഒരുപാട് സമയം നഷ്ടമാവും. പിന്നെ ഒരുപാട് സമയം അതിനൊക്കെ നിൽക്കേണ്ടി വരും വെജിറ്റബിൾസൊക്കെ നുറുക്കി ഉണ്ടാക്കാനൊക്കെ. ഇതാകുമ്പോൾ വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോക്ക് ഒരു ലൈക്ക് തരിക. അതുപോലെ നല്ല നല്ല കമൻറ്റുകൾ ചെയ്യുക. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം, ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി വരും, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. എന്നാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് കാണാം. താങ്ക്